ഇന്ന് നമ്മൾ തന്നെയല്ല കേട്ടോ കുക്ക് ചെയ്യാൻ പോണേ. ഇവിടെ 2 പേര് വെക്കേഷനായിട്ട് ബോറടിച്ചിരിക്കുന്നുണ്ട്. എന്താ ചെയ്യണ്ടേ, ബോറടിക്കണു, എങ്ങോട്ടും പോകാനില്ല, ഞങ്ങൾ എന്താ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇവരെയും കൊണ്ട്, ഇവർക്ക് കുക്കിംഗ് ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ ഓർത്തൊന്ന് ഇവരുടെ കൂടെ എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്താലോ എന്ന്. അപ്പോഴാണ് ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി കയറി വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, മക്കളോട് അത് പറഞ്ഞു. കഥ കേട്ടിട്ട് കുക്ക് ചെയ്യാനൊരു പ്രത്യേക രസമല്ലേ. വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഇങ്ങനത്തെ നേരം പോക്കുകൾ മക്കൾക്ക് കൊടുക്കുക. സൂക്ഷിച്ചിട്ടാ. അങ്ങനെ നമ്മളൊരു പച്ചക്കറി കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ക്യാമറമാൻ സ്റ്റെഫിയോടൊപ്പം റായി ചെറിയ ഗ്രേറ്റർ യൂസ് ചെയ്ത് ഗ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ ലിറ്റിൽ റിക്കീനെയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെയും ക്യാരറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തത് നമ്മുടെ ബീറ്റ്റൂട്ട് കുട്ടന്മാരെ പീൽ ചെയ്ത് സുന്ദരകുട്ടപ്പന്മാരായി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം വേഗം ചെയ്തോ. അടുത്തത് ബീറ്റ്റൂട്ടും കൂടെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഉച്ചക്ക മെസ്സ് പിന്നെ എക്സ്പെക്റ്റഡ് ആണല്ലോ, നമ്മുടെ മക്കളല്ലേ ചെയ്തു തരണേ. അതായത് ഓക്കെ, ചുമ്മാ പറഞ്ഞതാ. ഓക്കെ. അപ്പം നമ്മൾ ഇവിടെ അതേ 3 ക്യാരറ്റ്സ് വിജയകരമായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 3 ക്യാരറ്റ്സും 4 ബീറ്റ്റൂട്ടും ആണ് നമ്മുടെ എയിം. ഒരു സീക്രറ്റ് പറഞ്ഞേക്കട്ടെ, കയ്യിൽ ചോപ്പർ ഉണ്ടെന്ന് വെച്ചിട്ട് അതൊന്നും മക്കൾക്ക് എടുത്ത് കൊടുത്തേക്കരുത് കേട്ടോ. ഇങ്ങനെ ചെയ്യണതൊരു രസമാണേ. പിന്നെ കൂടെ ബോറടി പറിച്ചിൽ ഇതോടെ നിന്ന് കിട്ടും. നമ്മുടെ കുട്ടിക്കാലത്ത് ഒപ്പം കളിച്ച് വളർന്ന കൂട്ടുകാരെയും അതുപോലെ തന്നെ കളിച്ച് നടന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് വല്ലാത്തൊരു നൊസ്റ്റാൾജി ആയിരിക്കും അല്ലേ. ഞങ്ങളുടെ സ്ട്രീറ്റും അതുപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ ജനിച്ച് വളർന്നതെല്ലാം ഡോൺ ബോസ്കോ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ കുരിയച്ചിറയിൽ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രീറ്റ് ആട്ടോ. ഒരു 10-35 വീടുകളുണ്ടാവും. ഏകദേശം ഒരേ പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികൾ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാനും കളിച്ച് വളർന്ന സമയത്ത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, സീനുവിൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. വൈകിട്ട് 4 മണിയാകുമ്പോഴേക്കും അമ്മയുടെ അടുത്ത് പെർമിഷൻ ചോദിച്ച് നേരെ ഓടും സീനുവിൻ്റെ വീട്ടിലേക്ക്. മഴ പെയ്യുന്ന ദിവസമാണെങ്കിൽ ബോർഡ് ഗെയിംസാണ് കൂടുതൽ കളിക്കുക. അപ്പോൾ ചെസ്സ് കളിക്കും, ചൈനീസ് ചെക്കർ കളിക്കും, ചീട്ട് കളിക്കും, അങ്ങനെ കുറേ കളിക്കും കേട്ടോ. സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കറി കരിഞ്ഞു പോകാതെ നോക്കണേ. എൻ്റെ ലേശം സവോള കരിഞ്ഞോ എന്നൊരു ഡൗട്ട്. അതൊക്കെ നമുക്ക് മസാല ഇട്ടിട്ട് പാച്ചപ്പ് ചെയ്യാനേ. അപ്പോൾ ബാക്ക് ടു സ്റ്റോറി. സീനുവിൻ്റെ പോലെ തന്നെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ മഴയുള്ള ദിവസം അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ സൈക്കിൾ ഓടിച്ച് കളിക്കും, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും, ഷട്ടിൽ കളിക്കും എന്ന് വേണ്ട 4 മണി തൊട്ട് ഒരു 7 മണി വരെ നമ്മൾ എൻഗേജഡ് ആക്കാനുള്ള ഓരോരോ ഗെയിംസ് വഴിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ നടന്ന് വർത്താനം പറയും. അങ്ങനെ ഒരു അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ശരിക്കും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഈ വീട്ടിലിരുന്ന് TV കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നിപ്പോവും ഭാഗ്യം ഇപ്പോൾ ജനിക്കാതിരുന്നത്. പണ്ടേ ജനിച്ചായിരുന്നു കുറേ എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന്. ഞങ്ങളൊരു ദിവസം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിയാൻ്റെ നല്ല ആവി പറക്കണ കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുന്ന രംഗം എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അന്യായ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി. ഞാൻ കട്ട്ലേറ്റ് ചിക്കനൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് വേഗം ചാടി കയറി എടുത്ത് നോക്കിയപ്പോൾ വെജ് കട്ട്ലേറ്റാന്ന് പറഞ്ഞു. വെജ് കട്ട്ലേറ്റ് നമുക്ക് പൊതുവേ വലിയ താല്പര്യം ഇല്ലാത്തതാണല്ലോ. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അടാർ ഐറ്റം. അന്ന് കഴിച്ച ആ കട്ട്ലേറ്റിൻ്റെ രുചി എൻ്റെ വായിൽ ഇപ്പോഴും സത്യം പറഞ്ഞുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾക്കും പൊതുവേ കട്ട്ലേറ്റ് വലിയ താല്പര്യമൊന്നുമില്ല. കട്ട്ലേറ്റ് എന്നല്ല, ചിക്കൻ കട്ട്ലേറ്റ് ആണെങ്കിൽ കഴിക്കും കേട്ടോ. പക്ഷേ വെജ് കട്ട്ലേറ്റ് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു വട്ടം ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും പേർക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എന്തായാലും നിങ്ങൾക്ക് കൂടെ റെസിപ്പി പറഞ്ഞു തന്നേക്കാന്ന്. അപ്പോൾ ഇതിലെ താരങ്ങളെ നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടല്ലോ. ക്യാരറ്റും ബീറ്റ്റൂട്ടാണ് മെയിൻ. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉരുളൻകിഴങ്ങ്, പിന്നെ നോർമൽ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന എല്ലാ മസാലകളും ഞാൻ റെസിപ്പി ഇതിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. വെജ് ആയതുകൊണ്ട് തന്നെ നോമ്പ് കാലത്തൊക്കെ ഇതൊരു അടിപൊളി ഡിഷാട്ടോ. ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കും. എന്നിട്ട് എല്ലാം കൂടെ എഗ് കോട്ടിങ് കൊടുക്കാതെ കുറച്ച് നമ്മൾ ഫ്രീസറിൽ മാറ്റി വെച്ച് ബാക്കിയുള്ളത് ആവശ്യത്തിനനുസരിച്ച് എടുക്കലാണ് പതിവ്. ഇത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, വൈകിട്ട് ചായയുടെ കൂടെ ഒരു അടിപൊളി സ്നാക്സാണ്. ഞാൻ ഫസ്റ്റ് ഇതിനെ പരിചയപ്പെട്ടത് തന്നെ അങ്ങനെയാണല്ലോ. പിന്നെ വെറുതെ ബ്ലഡ് കൂടാൻ വേണ്ടി മരുന്ന് കഴിക്കുന്നതിന് പകരം ഇത് ഇടയ്ക്കൊന്നും ഉണ്ടാക്കി കഴിച്ചാൽ തന്നെ ശുഭം. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി എനിക്ക് പരിചയപ്പെടുത്തി തന്ന എൻ്റെ മരിയാൻ്റിക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. ഓക്കെ, അപ്പോൾ നമുക്കിതുപോലെ അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ബൈ.